ഗൈസ്, ഇന്നലെയാണ് എനിക്ക് $1 ഒരു നോട്ട് കിട്ടാനിടയായി തീർന്നത്. ആൻഡ് ഞാൻ അതിൻ്റെ ബാക്ക് സൈഡ് ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു വിചിത്രമായൊരു സിമ്പൽ. ഞാനിങ്ങനെ തിങ്ക് ചെയ്തപ്പോൾ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആൻഡ് അപ്പോഴാണ് കത്തിയത്, ഇതൊരു ഇലുമിനാറ്റിയുടെ സിമ്പലല്ലേ. അപ്പോൾ ഈ ഡോളർ ശരിക്കും പറഞ്ഞാൽ ഇലുമിനാറ്റിയുടെ ഭാഗമാണോ? അപ്പോൾ ഈ കറൻസിയൊക്കെ ഇലുമിനാറ്റി അങ്ങനെ സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമാണോ? എന്തായാലും നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഈ ഒരു ഇലുമിനാറ്റി സിമ്പൽ കൊണ്ട് ഈ ഒരു ഡോളറിൽ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡോളറിൽ ഇതിനെ പറയുന്നത് ഐ ഓഫ് പ്രൊവിഡൻസ് എന്നാണ്, അല്ലെങ്കിൽ ഓൾ സീയിങ് ഐ, എല്ലാം കാണുന്ന ഒരു കണ്ണ്. അതായിട്ടാണ് അതിനെ ഈ ഒരു കറൻസി നോട്ടിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിന് ബേസിക്കലി കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിൻലി ഇങ്ങനെ ഒരു ലോഗോ അവർ ഡിസൈൻ ചെയ്യാൻ കാരണമെന്ന് പറയുന്നത് ഒരു ദൈവികത്വം അതിന് കൊടുക്കുവാൻ വേണ്ടിയാണ്. ഒരു കണ്ണ്, എല്ലാം കാണുന്ന കണ്ണ്, അല്ലെങ്കിൽ എല്ലാം നോട്ടീസ് ചെയ്യുന്ന ഒരു കണ്ണായിട്ടാണ് അതിൽ ആ ഒരു സിമ്പലിനെ പറയുന്നത്. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ഈജിപ്തിലെ പിരമിഡുകളിൽ നിന്നാണ് ഇൻസ്പയർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ പിരമിഡ് എന്ന് പറയുന്നത് സ്ട്രെങ്തിനെയാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു ശക്തി എങ്ങനെയാണോ ഈ ഒരു US-ന് ആ ഒരു ശക്തി അവരുടെ അടിമത്തത്തിൽ നിന്നും എങ്ങനെയാണോ അവരതിൽ നിന്ന് പുറത്ത് കടന്നത്, അതിൻ്റെ ഒരു ശക്തിയെയും തുല്യതേനെയാണ് ഈ ഒരു പിരമിഡ് വഴി എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു പിരമിഡ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ 13 ലെയേഴ്സായിട്ട് 13 ലെവലുകളായിട്ടാണ് ഈ ഒരു പിരമിഡ് തിരിച്ചിരിക്കുന്നത്. ഈ 13 ലെവൽ എന്ന് പറയുന്നത് പണ്ട് US-ൽ നിന്നിരുന്ന 3 കോളനീസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കണ്ണെന്ന് പറയുന്നത് ദൈവികത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണായിട്ടാണ് അതിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി ഈ ഒരു ഇലുമിനാറ്റി സിമ്പൽ. അതിൽ ബേസിക്കലി അവർ നൽകുന്ന ഒരു ഇൻഫർമേഷൻ. ഈ ഇലുമിനാറ്റി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഇടയിൽ ഇലുമിനാറ്റി ഫേമസ് ആവാൻ കാരണം ലൂസിഫർ എന്ന് പറയുന്ന മൂവിയാണ്. അതിലാണ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ വന്നതും ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയതും. ഇലുമിനാറ്റി ഫോം ചെയ്തത് 1776-ലാണ് അങ്ങനെ ഒരു സീക്രട്ട് സൊസൈറ്റി ഫോം ചെയ്തത്. ആൻഡ് അതിന് ഒരു 6 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു കറൻസി ഡിസൈൻ ചെയ്തതും. അപ്പോൾ ഒരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിലെ മെമ്പേഴ്സ് എല്ലാം ഇതിൻ്റെ ഈ ഒരു സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമായിരുന്നോ ഇല്ലയോ, അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഡൗട്ടുകൾ വരാമെന്നത് കോമൺ ആണ്. പക്ഷേ ഇതുവരെയും നിലവിൽ ഇതൊരു സീക്രട്ട് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതുവരെ അങ്ങനെ ഒരു എവിഡൻസ് ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. എന്തുകൊണ്ട്? വേണമെങ്കിൽ ഒരു 6 വർഷത്തെ ഗ്യാപ്പല്ലേ ഉള്ളൂ ഈ ഒരു കറൻസി ഡിസൈൻ ചെയ്തപ്പോൾ. എന്തുകൊണ്ട് ഈ ഒരു ഇലുമിനാറ്റി എന്ന് പറയുന്ന സീക്രട്ട് സൊസൈറ്റിയുടെ മെമ്പർ ആയിക്കൂടെ ഇതിൻ്റെ ഡിസൈനിങ് പാനലിൽ ഉണ്ടായിരുന്നത്? അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. ഇന്നലെ ഇങ്ങനെ ഒരു നോട്ട് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോട്ട് തോന്നുന്നു. അതുകൊണ്ട് അത് നിങ്ങളൊരു ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ കാഴ്ചപ്പാടെന്നാൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ. അടുത്ത വീഡിയോ കാണുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ആൽവിൻ സൈനിങ് ഔട്ട്.